ഹായ്, എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? ഇവിടെ ഗംഭീര മഴ കേട്ടോ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിമിർത്തൈ. ഞാൻ ഇന്നലെ നമ്മുടെ കപ്പലണ്ടി വണ്ടി ഇറക്കാനുള്ള ഒരു പരിപാടികളിലൊക്കെയാണ്. അപ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. കപ്പലണ്ടി വണ്ടി കുറച്ച് വെള്ളിയാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഉത്സവ കച്ചവടം കഴിഞ്ഞിട്ട് അന്ന് എടുത്തു വെച്ചിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഇവിടെ അടുത്തൊരു കാവടിയാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കച്ചവടങ്ങൾക്ക് ഇറങ്ങിയിട്ട് പിന്നെ ദൃശ്യയുടെ പ്രസവവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നമ്മളിവിടെ വീട്ടിൽ ലോക്കാണ്. അപ്പോൾ കപ്പലണ്ടി വണ്ടി നമ്മൾ വെൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നലെ വെൽഡിങ് സെറ്റ് എടുക്കാനുള്ള ഒരു പരിപാടിയിലായിരുന്നു. അതിൽ മുന്നേ നമ്മൾ ആ വണ്ടിയുടെ മുകൾ ഭാഗം ഷീറ്റൊക്കെ ഇടുന്ന ഭാഗം കയറ് കൊണ്ട് കെട്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കി. പക്ഷേ ഈ പൈപ്പിലായതുകൊണ്ട്, അതായത് വണ്ടി പൈപ്പ് ആയതുകൊണ്ട് കൃത്യമായിട്ട് കെട്ടി കഴിഞ്ഞാൽ നിൽക്കണില്ല. എങ്ങനെ പോയാലും അത് ഇങ്ങനെ വഴുക്കിയിട്ട് ഊരി വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പം നല്ലൊരു കാറ്റൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ റൂഫിങ് തെറിച്ച് പോകും. അപ്പോൾ ഞാൻ എന്തായാലും ഈ സാധനം വെൽഡിങ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് കാലത്ത് പോയിട്ട് വെൽഡിങ് സെറ്റൊക്കെ എടുത്തിട്ട് വന്നു. വെൽഡിങ് സെറ്റ് കാലത്ത് എടുത്തിട്ട് വന്നു. അപ്പോൾ ഒരു മഴ കുറവുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഗംഭീര മഴ, അതായത് ഒഴിവ് എന്ന് പറഞ്ഞ സാധനമില്ല. അപ്പം ഞാൻ ഈ വെൽഡിങ് സെറ്റ് ഒരു ഉച്ചയോട് കൂടിയിട്ട് അവിടെ തന്നെ കൊണ്ടുകൊടുത്തു. ചേട്ടാ ഇന്ന് കംപ്ലീറ്റ് മഴ, ഒരു രക്ഷയില്ല. നാളെ മഴയില്ലെങ്കിൽ നാളെ നമുക്ക് വെൽഡിങ് ചെയ്യാം. അതുകൊണ്ട് സെറ്റ് ഇവിടെ തന്നെ ഇരുന്നു കേട്ടോ. കാരണം ഒരു ദിവസം 200 രൂപ വാടക സെറ്റിന്. അപ്പോൾ ഞാനത് അവിടെ തന്നെ കൊണ്ടുകൊടുത്തു. വണ്ടി ഇതപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. വണ്ടി നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാണ്ടോ. മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ, അന്യായം മഴ. നമുക്ക് ഞാൻ തന്നെയാണ് പിന്നെ വണ്ടി വെൽഡ് ചെയ്തതൊക്കെ, ഈ ഒരു വണ്ടി ഉണ്ടാക്കിയതൊക്കെ ഞാൻ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. അതായത് മുകൾ ഭാഗം പഴയ സെറ്റൊക്കെ ഞാൻ ഊരി വെച്ച കാരണം അതൊക്കെ നാശമായി പോയി. ഇനിയിപ്പോൾ ഇതിലേക്ക് പുതിയത് ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള ഒരു പരിപാടിയിലാണ്. എന്നിട്ട് വേണം നമുക്കിതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ച്, പെയിൻ്റൊക്കെ ഇപ്പം നല്ല അത്തണി പോയി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് കപ്പലണ്ടി വണ്ടി ഇറക്കാൻ. കുറേ ദിവസമായി ഇപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇങ്ങനെ പറ്റാത്തൊരവസ്ഥ ആയതുകൊണ്ടാണ് ഇപ്പോൾ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണമല്ലോ. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് കാലത്ത് വീട്ടിൽ നമുക്ക് വിട്ട് നിൽക്കാനും പറ്റാത്ത ഒരു ടൈം ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും ഗംഭീര മഴയാണ്. ഇന്നിപ്പോൾ വെൽഡിങ് ഒഴിവാക്കിയിരിക്കുകയാണ്. ഇതാ ദീ ഇവിടെ ഉണ്ട്, ഉണ്ണി ഉറങ്ങണു. ദൃശ്യ അമ്മ അടുക്കള പണി തുടങ്ങിയോ? എന്താ പരിപാടി? ഉള്ളിവട. അതായത് അന്ന് നമ്മൾ ഉള്ളിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 2 കിലോ 1.5 കിലോൻ്റെ അടുത്തൊക്കെ നമ്മൾ ഉള്ളി മേടിച്ചിട്ടുണ്ടായിരുന്നു. ചുവന്നുള്ളി ചെറുത്. ഇന്നിപ്പോൾ അവിടെ ഉള്ളി കുറച്ചിരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഉള്ളി കുറേ നാൾ ഇരിക്കുന്നതോറും അതും ഇങ്ങനെ മുളയൊക്കെ വന്നിട്ട് ചിലപ്പോൾ മുളച്ച് കഴിഞ്ഞാൽ നാശമായി പോകും. അപ്പോൾ നമുക്ക് വീട്ടിൽ അങ്ങനെ ഇപ്പോൾ ജസ്റ്റ് കറി മൂപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ആവശ്യമുള്ളൂ. ഇത്രയും ഉള്ളിയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഞങ്ങൾ ഉള്ളിലേക്കും കഴിഞ്ഞിട്ടുള്ള ബാക്കി ഉള്ളി കൊണ്ട് ദൃശ്യം എന്ന് പറഞ്ഞു ചേട്ടാ ഇവിടെ കടലമാവ് ഇരിക്കുന്നുണ്ടല്ലോ, നമുക്ക് കുറച്ച് ഉള്ളിവട ഉണ്ടാക്കിയല്ലോ ചേർന്നു. അപ്പോൾ ഉള്ളിവട എന്ന് പറയുമ്പോൾ നമ്മൾ പക്കവട അങ്ങനെയല്ല അതിന് പറയാം. അപ്പോൾ നോക്കിയപ്പോൾ മൈദ വേണം, പിന്നെ അതിൽ കടലമാവ് മാത്രമല്ല കുറേ കൂട്ടുകളൊക്കെ ഉണ്ട് അത്ര. അപ്പോൾ ദൃശ്യം പറഞ്ഞു അതൊക്കെ ഓരോരുത്തരെ ആഡംബരത്തിന് ഇടുന്നതാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമുക്ക് ഇതങ്ങോട്ട് വെച്ചുള്ളത് കൊണ്ട് കലക്കാൻ പറഞ്ഞു. അപ്പോൾ ദൃശ്യം ഇപ്പോൾ അത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും ഒന്ന് പോയിട്ട് കാണാം. ഉള്ളിവടയുടെ പ്രിപ്പറേഷനിലാണ്. എന്തൊക്കെ ചെയ്തേക്കണം ഇപ്പോൾ പരിപാടി? ഇത് കുഞ്ഞുള്ളി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കുഞ്ഞുള്ളി, പച്ചമുളക്, വേപ്പിൻ്റെ ഇല, ഇഞ്ചി ഉണ്ടായിരുന്നില്ല, അതിട്ടില്ല. പിന്നെ മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇഞ്ചി ഇല്ല, കടലമാവ്, ഉപ്പ്, ഉപ്പ് അതല്ലേ. പിന്നെ നമ്മൾ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് കുറേ സാധനങ്ങൾ ഇടുന്നുണ്ട് അതല്ലേ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കിയിട്ട്, വെളിച്ചെണ്ണ ഓയിലുണ്ടാക്കണത്? ഓയിലാണല്ലേ. ഓയിൽ ഇതാ ചൂടാക്കി സെറ്റപ്പ് ആക്കിയിട്ട് ഉണ്ടാക്കണം കേട്ടോ. കറക്റ്റ് ഷേപ്പിലൊന്നും കിട്ടില്ലല്ലേ. ഇതെന്തെങ്ങനെ ഈ പൂക്കളറിന പോലെ ഇടുന്നത്? അതങ്ങനെ തന്നെ വരുള്ളൂ. അല്ല, നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് കച്ചവടത്തിന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ കൃഷി പറയണേ കളിയാക്കിയതല്ല കേട്ടോ, പരിഹസിച്ചതാണ്, ഒന്നും വിചാരിക്കരുത്. ആ ചട്ടത്തിൽ വെള്ളം ഉണ്ടാവും, അതാവും. ഫ്ലെയിം കുറച്ചിടോ? അപ്പൊ നമ്മുടെ കപ്പലണ്ടി വണ്ടിയുടെ ഉണ്ടാക്കുന്ന അടുപ്പാണ് കേട്ടോ. അപ്പം എന്തായാലും അത് അന്ന് ടെസ്റ്റിങ്ങിന് കയറ്റിയിട്ട് പിന്നെ അത് ഇറക്കി വെച്ചില്ല. പിന്നെ അതിൽ തന്നെയാണല്ലേ ഫുള്ള് പരിപാടി. അടിപൊളി നല്ല പ്രഷറുള്ളതാണ് കേട്ടോ. അത് ബജ്ജിയൊക്കെ ഉണ്ടാക്കാൻ പെട്ടതാണ് അടുപ്പ്. തുരുമ്പ് കളർ നോക്കണ്ട. ഞാൻ അത്യാവശ്യം ഒരു 4-5 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ ഒരു അടുപ്പ് തന്നെയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. മര്യാദ സ്ഥലങ്ങൾ കറങ്ങിയിട്ടുള്ള അടുപ്പാട്ടോ.
എന്താവുമോ എന്ത്. അപ്പോൾ ഒരു കാര്യം കൂടി പറയാനുള്ളത്, നമ്മുടെ വീഡിയോകൾ നമ്മുടെ അതായത് ഇത് കണ്ടിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ട് കണ്ടിട്ട് ഗൂഗിൾ പേയുടെ കാര്യമൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഗൂഗിൾ പേടാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ആർക്കും നമ്പറൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ ഞങ്ങളുടെ ഒരു വീഡിയോന്ന് ഒരാൾക്ക് നമ്പർ കിട്ടി. ആ നമ്പർ അതാണ് മൂപ്പർ ശ്രമിച്ചു എങ്ങനെയാണ് ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും പറഞ്ഞിട്ട് ആ ഒരു നമ്പർ ആൾ ട്രൈ ചെയ്ത് ഞങ്ങളുടെ ഇതെന്ന് വീഡിയോന്ന് കിട്ടി. അത് ഏത് വീഡിയോ എന്ന് ഞാൻ പറയുന്നില്ല, അപ്പോൾ ചിലപ്പോൾ എല്ലാവർക്കും നമ്പർ കിട്ടും. അങ്ങനെ ആ നമ്പർ അവർ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് സൂം ചെയ്തിട്ട് ആ നമ്പർ എടുത്ത് അത് അവർ പറഞ്ഞു കേൾക്കുമ്പോൾ നല്ല രസം. അത്രയും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അവർ നമ്മളോടൊരു മെസ്സേജ് പോലും അയച്ചിട്ടില്ല, അങ്ങനെ ഒരു നമ്പർ അയക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ തന്നെ അത് കണ്ടുപിടിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ നമ്പർ എടുത്ത് ഞങ്ങളെ കോണ്ടാക്ട് ചെയ്ത് ദൃശ്യമായിട്ട് സംസാരിച്ചു, ദിയായിട്ട് സംസാരിച്ചു, ഞാനായിട്ട് സംസാരിച്ചു. ആ ഒരു കണക്ഷനിലാണ് ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിച്ചു, അതായത് ഞങ്ങളെന്നൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, അതായത് ഞാനാണ് പിന്നെ പേഴ്സണലി ചോദിച്ചത്, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ, എനിക്ക് കപ്പലണ്ടി വണ്ടി ഇറക്കണം, വെൽഡിങ് സെറ്റ് എടുക്കണം, മുകളിലേക്കുള്ള ടാർപ്പായ എടുക്കണം, പിന്നെ കപ്പലണ്ടി മേടിക്കണം, ഗ്യാസ് കഴിഞ്ഞു അപ്പോൾ ഗ്യാസും കുറ്റി എടുക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ വഴിക്ക് തന്നെ അവരെ കൊണ്ടാവുന്ന ഒരു സഹായം നമുക്ക് അപ്പോൾ തന്നെ എന്താ രാകേഷ് അങ്ങനെ പറയണത്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് തുറന്ന് പറയണ്ടേന്ന് പറഞ്ഞിട്ട് ആ ഒരു ആൾ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഹെൽപ്പാണ് ചെയ്തത്. ആ ഒരു ഹെൽപ്പ് ചെയ്തതിൻ്റെ പുറമേലാണ് ഇപ്പോൾ ഈ ഓയിൽ വരെ, അതായത് ഇപ്പോൾ ഈ കടലമാവ്, ഓയിൽ, പിന്നെ ഇരിക്കുന്ന ഗ്യാസും കുറ്റി, ചെറിയ കുറ്റിയാട്ടോ നമുക്ക്. അപ്പോൾ ഈ ഗ്യാസ് കുറ്റി അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ. ഇന്നിപ്പോൾ നല്ല ഗംഭീര മഴയാണ്, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ ആ വെൽഡിങ് മെഷീൻ നേരെ അവിടെ കൊണ്ടുകൊടുത്തിട്ട് നേരെ ഇങ്ങോട്ട് വന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ തൃശ്ശൂർ പോയിട്ട് കപ്പലണ്ടി ഹോൾസെയിലിൽ നിന്ന് നമ്മൾ കുറേ നാളായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കടയിൽ പോയിട്ട് ഞാൻ കാലത്ത് ഇപ്പോൾ പോയിട്ട് മേടിച്ചിട്ട് വരണം. അപ്പോഴാണ് നമുക്ക് തിങ്കളാഴ്ച കാലത്ത് ഈ കപ്പലണ്ടി വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം തിങ്കളാഴ്ച കാലത്ത് ഉണ്ണീനെ സ്കൂളിൽ കൊണ്ടാക്കണം, പിന്നെ ഇവിടെ വെള്ളം കൊണ്ടുവന്നേക്കണം, അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. ആ ഒരു പരിപാടിയുടെ ഇടയിൽ പിന്നെ ടൗണിൽ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് കപ്പലണ്ടിയൊക്കെ മേടിച്ച് വരുമ്പോഴേക്കും നേരം പോവും. അപ്പോഴേക്കും പിന്നെ നമുക്ക് കപ്പലണ്ടി പുതിയുള്ള ന്യൂസ് പേപ്പർ നമുക്ക് മേടിക്കണം. അതായത് വീക്കിലി കിലോന് 25 രൂപ 30 രൂപ അങ്ങനെയൊക്കെയുള്ള റേറ്റിലാണ് വീക്കിലി മേടിക്കുക. പഴയ ഈ വനിത പിന്നെ അങ്ങനത്തെ ബുക്കുകളൊക്കെ ഉണ്ടല്ലോ, അതാണ് കറക്റ്റായിട്ട് കപ്പലണ്ടിക്ക് ഉപയോഗിക്കുന്ന ബുക്ക്. ഒന്നും കിട്ടാണ്ടാകുമ്പോഴാണ് ന്യൂസ് പേപ്പർ മേടിച്ചിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെയുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിക്കണം. ഇന്ന് മെയിനായിട്ട് കപ്പലണ്ടി തൃശ്ശൂർ പോയിട്ട് മേടിക്കണം. അപ്പോൾ ഈ മഴ അങ്ങനെ നിൽക്കണ കാരണം പോവാനിങ്ങനെ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കണമെന്ന് മാത്രം. എന്തായാലും കൃഷി അന്ന് പക്കവട കിക്കവടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കിക്കവട എന്താ അത് കഴിച്ചിട്ട് ചായ കുടിച്ചിട്ട് പോട്ടാ, പോയിട്ട് വരാട്ടാ. ഉണ്ണിവാവയുടെ കാര്യം പറയും. ഉണ്ണിവാവ അതെ. അപ്പൊ നമ്മളേ പിന്നെ ഇപ്പൊ മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ വീഡിയോകൾ കുറച്ച് കുറവല്ലേ, നമ്മൾ ആദ്യം ഇടുന്ന പോലെയുള്ള വീഡിയോകൾ ഇല്ലല്ലേ. അതെല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ, വീഡിയോ ഇല്ല എന്നുള്ളത്. അപ്പൊ അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീഡിയോ ഇടാത്തതിന്റെ കാരണങ്ങൾ വേറെ ഒന്നല്ല, നമ്മൾ ഇനി വീഡിയോ ഇട്ട് വെറുപ്പിക്കണമൊന്നുമില്ല. അങ്ങനെ വെറുതെ കുറേ വീഡിയോ ഇട്ട് വെറുപ്പിക്കുക എന്നുള്ളതല്ല. അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ ഇടാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. ഉള്ളിൽ കിടക്കണ കാരണം തന്നെ നമ്മൾ ഇവിടുത്തെ ഓരോരോ കിച്ചണിലെ പരിപാടിയും ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതൊരു രസമായിട്ടാണ് നമ്മൾ എടുത്തത്. ശരിക്കും ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എടുത്ത് കാണിക്കുമ്പോൾ നല്ല ഇൻട്രസ്റ്റിങ്ങിലാണ് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓരോ ദിവസവും ഇവിടെ ബോറടിക്കാത്ത ഒരു ഇതിലായിരുന്നു നമ്മൾ ഓരോരോ ബുദ്ധിമുട്ടുകൾ നമ്മൾ തള്ളി നീക്കി പോയി എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പിന്നെ അടുക്കളയിലത്തെ കാര്യങ്ങൾക്കൊക്കെ കുറേശ്ശെ ഇറങ്ങി, ഇതേപോലെ അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ അവൾ ഉണ്ടാക്കി തുടങ്ങി. ഇനി നമ്മളിപ്പോൾ അവൾക്ക് ഇനി ഉണ്ടാക്കി കൊടുക്കാത്തൊരൊറ്റ കാര്യമുള്ളൂ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആടിൻ സൂപ്പ്. അപ്പോൾ അതും കൂടി ഇനി ഒന്നും ട്രൈ ചെയ്യണം. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ 400 രൂപയോളം വരും തോന്നുന്നു. അപ്പോൾ ബഡ്ജറ്റ് എനിക്കറിയില്ല, അതൊക്കെ നോക്കണം. എന്തായാലും കുറേശ്ശെ കച്ചവടങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള ഒരു പരിപാടിക്കാണ് ഇപ്പോൾ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദിയ അകത്തുണ്ട്. ദിയ ഓടിവാടാ. അവൾ ഉണ്ണീടെ അടുത്ത് ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ മഴയും തണുപ്പൊക്കെ ആയതുകൊണ്ട് ഉണ്ണീനെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. പറയും വിശേഷങ്ങൾ പറയും. ഉണ്ണി എന്ത് ചെയ്യണേ? പിന്നെ അതെയാ, നല്ല ചമ്മലുണ്ടല്ലോ. എന്തിനു പിന്നെ ചമ്മണ്? പറയും. ഉള്ളിവട ഉണ്ടാക്കിയിട്ട് ആർക്കോ ഫസ്റ്റത്തെ ഉള്ളിവട? രണ്ടാമത്തെയോ മൂന്നാമത്തെയോ? ഞാൻ പറയുകയാണെങ്കിൽ ആദ്യം അമ്മ കഴിച്ചു നോക്കാവും നല്ലത്. ഇതെന്തോ ഒരു പരിപാടിയിലൊക്കെ ഉണ്ടാക്കിയേക്കണേ.
അപ്പം എന്തായാലും എല്ലാവരും ചായയൊക്കെ കുടിച്ച് സെറ്റപ്പായിട്ട് ഇരിക്കുകയാണെങ്കിൽ അങ്ങനെ ഇരിക്കുക. മഴയാണ് കൂടുതലിന്ന്, യാത്രകളൊക്കെ ഒഴിവാക്കുക പരമാവധി. ഞാനെന്തായാലും പിന്നെ മാർക്കറ്റിലേക്ക് പോയി വന്നേ പറ്റൂ, കാരണം നമ്മുടെ ഒരു സിറ്റുവേഷൻ. ഇനിയിപ്പോൾ ഞായറാഴ്ച ലീവല്ലേ. ഓക്കെ, അപ്പോൾ കാണാം അല്ലേ? നാളെ ലീവാ? ഓക്കെ.